ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് പ്രശ്നക്കാരാണോ? നമ്മൾ സർവ്വസാധാരണമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ്. ഒരു പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ സംഭാഷണത്തിനിടയിലൊക്കെ നമുക്ക് ഇപ്പോൾ നിത്യജീവിതത്തിൽ ഹെഡ്ഫോൺസ് വേണം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹെഡ്ഫോൺസ് നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും ചെവിയുടെ വളരെ അടുത്തായിട്ട് ചെവിക്കുള്ളിലേക്ക് തന്നെയാണ് തിരികെ വയ്ക്കുന്നത്. എല്ലാവരും ഒരു ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പാട്ട് കേൾക്കുന്നതിനായിട്ട് ഹെഡ്ഫോൺസ് വയ്ക്കാറുണ്ട്. പുറമേയുള്ള ശബ്ദം കാരണം നമ്മൾ വീണ്ടും വീണ്ടും ശബ്ദം കൂട്ടി വയ്ക്കും. ഈ വോളിയം കൂട്ടുന്നതനുസരിച്ചിട്ട് ചെവിയുടെ ഉള്ളിലേക്ക് പോകുന്ന ഈ ശബ്ദം മെക്കാനിക്കൽ വേവ്സ് ആയിട്ട് ഒരുപാട് പ്രഷർ ചെവിയുടെ ഉള്ളിലെ എല്ലുകൾക്കും കേൾവിക്ക് സഹായിക്കുന്ന കോക്ലിയയുടെ സെൽസിനും എല്ലാം അത്രയും പ്രഷറിലാണ് ഈ ശബ്ദം ചെല്ലുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലിനും ഈ കോശങ്ങൾക്കും എല്ലാം ഡാമേജ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഈ ശബ്ദം വളരെ കൂട്ടി വയ്ക്കുമ്പോൾ നമ്മുടെ മൊബൈലിലെ വോളിയം ഏത് ലെവലിൽ വരെയാണെന്നുള്ളത് നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. മൊബൈൽ വോളിയം 60% താഴെയാക്കി വെക്കണം. കഴിയുന്നതും ഹെഡ്ഫോൺസിൻ്റെ ഉപയോഗം 1-2 മണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക. അത് എത്രയായാലും നമ്മുടെ ചെവിക്ക് ഡാമേജ് ഉണ്ടാക്കുക തന്നെ ചെയ്യും. നമ്മുടെ കേൾവിക്ക് സഹായിക്കുന്ന കോശങ്ങളെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഹെഡ്ഫോൺസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹൈജീനിക്കായിട്ട് ഉപയോഗിക്കുക. ഓരോ പ്രാവശ്യം ഹെഡ്ഫോൺസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് നല്ലവണ്ണം വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. സാനിറ്റൈസർ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് വൃത്തിയായി വച്ചതിന് ശേഷം ഹെഡ്ഫോൺസ് ചെവിയിലേക്ക് വയ്ക്കാൻ ശ്രമിക്കുക. ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ തടയാനായിട്ട് നമുക്ക് സഹായകരമാകും.